الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم لك الحمد بالإسلام ولك الحمد بالإيمان ولك الحمد بالقرآن اللهم لك الحمد لكل نعمة أنعمت علينا من جديد أو قديم من سر أو علانية من ظاهر أو باطن كبثت عدونا وأظهرت أمننا وأحسنت معافاتنا ومن كل ما سألناك ربنا أعطيتنا فلك الحمد حتى ترضى ولا حول ولا قوة إلا بالله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്തതികളെയും ബന്ധുമിത്രാദികളെയും സത്യവിശ്വാസികളെയും സ്വർഗത്തിൽ പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, സാലിഹീങ്ങൾ, ശുഹദാക്കന്മാർ ഇവരോടൊപ്പം ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, അവരുടെ ഖബറുകളിൽ നീ വെളിച്ചം നൽകണമേ. അല്ലാഹുവേ, സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം അവരുടെ ഖബറുകളിൽ നീ തുറന്നു കൊടുക്കണമേ. അതുവഴി ഖിയാമത്തുനാൾ വരെ സ്വർഗീയമായ അനുഭൂതികളും അനുഭവങ്ങളും ആസ്വദിച്ച് കഴിയുവാനുള്ള മഹാഭാഗ്യം അവർക്ക് നീ കനിഞ്ഞേകുകയും ചെയ്യണമേ. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തും കാലത്തും അധാർമികതയുടെയും മൂല്യച്യുതിയുടെയും വിളയാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഈ ലോകത്തേക്കയച്ച ഓരോ പ്രവാചകനും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏതെല്ലാം ജാഹിലിയത്തുകളോടും അധാർമികതകളോടുമാണോ പടവെട്ടിയത്, അവയെല്ലാം അതിന്റെ ഏറ്റവും ജുഗുപ്സാവഹമായ അളവിലും തോതിലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായ അഴിമതികളും ക്രമക്കേടുകളും, ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളും ദ്രോഹങ്ങളും, ലൈംഗികമായ അരാജകത്വം, ബഹുദൈവാരാധന, ഭൗതിക പൂജ, ഓരോ പ്രവാചകനും ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം
ഏതെല്ലാം അധർമ്മങ്ങൾക്കെതിരിൽ പടപൊരുതിയോ ആ അധർമ്മങ്ങളെല്ലാം ഏറ്റവും ഭീഷണമായ രൂപത്തിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്ന അഭിശപ്തമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തോടും സമൂഹത്തോടും സമുദായത്തോടും നന്മ കാംക്ഷിക്കുന്ന നാം പ്രബോധന പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിൽ സാലിഹ് നബി അലൈഹിസ്സലാം വേദനാപൂർവം ഉരുവിട്ട ചില വചനങ്ങൾ ഈ കാലഘട്ടത്തിൽ ആവർത്തിക്കുവാൻ നിർബന്ധിതരാകുകയാണ്. ഫത്തഖുല്ലാഹ വഅസിഊൻ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, എന്നെ നിങ്ങൾ അനുസരിക്കണം. വലാ തുതിഉ അംറൽ മുസ്രിഫീൻ, അധർമ്മികളുടെയും അതിക്രമകാരികളുടെയും കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കരുത്. അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ, ഭൂമിയിൽ ഫസാദുണ്ടാക്കുന്ന, ഒരിക്കലും നന്മ നടത്താത്ത, നന്മ സൃഷ്ടിക്കാത്ത, നന്മകൾക്ക് വേണ്ടി നിലകൊള്ളാത്ത ഒരു സമൂഹത്തെയും അധർമ്മകാരികളെയും നിങ്ങൾ അനുസരിക്കുവാൻ പാടില്ല. ലൈംഗികമായ അരാജകത്വത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ട് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാകുന്ന തന്റെ ജനതയെ വേദനിക്കുന്ന മനസ്സോടുകൂടി നോക്കി ലൂത്ത് നബി അലൈഹിസ്സലാം അവസാന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് കേഴുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ചിട്ടുണ്ട്. ഖാല റബ്ബിൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ, കുഴപ്പകാരികളും അധർമ്മകാരികളുമായ ഈ ജനതക്കെതിരിൽ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ. നമ്മുടെ ചുറ്റും ഇതേപോലെയുള്ള അതിക്രമങ്ങളും അധാർമികതകളും നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും സമൂഹത്തോടും രാജ്യത്തോടും അള്ളാഹുവിന്റെ ഭൂമിയോടും കൂറും പ്രതിബദ്ധതയുമുള്ള ഏതൊരു മുസ്ലിമും ആത്മാർത്ഥമായി പറഞ്ഞു പോകുന്ന വചനങ്ങളാണ് ഈ പ്രവാചകന്മാരെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചത്. എന്താണ് ഈ കാലഘട്ടത്തിന്റെ ശാപം? പത്രമാസികകൾ തുറന്നു നോക്കുമ്പോൾ, വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ണുകളും കാതുകളും അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കോരോരുത്തർക്കും കാണുവാൻ കഴിയുന്നത് നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങൾ പോലും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. നാം അറിയാത്ത രൂപത്തിൽ നമ്മുടെ മക്കൾ ഇന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഭക്ഷ്യവിഭവങ്ങൾക്ക് ചെലവിടുന്നതിനേക്കാൾ കൂടുതൽ കോടികൾ മദ്യത്തിന് വേണ്ടിയാണ് ചെലവിടുന്നത് എന്ന് ഈയിടെ ഉദ്ധരിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു. ബ്രൌൺ ഷുഗർ, മാരിജുവാന, കൊക്കൈൻ, കഞ്ചാവ്, ഹഷീഷ്, അവസാനം സർപ്പത്തിന്റെ ദംശനം പോലും ലഹരിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മുടെ കുടുംബം വാസ്തവത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭരണകൂടങ്ങളും ജനങ്ങളും ഒരുപോലെ ബോധവൽക്കരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ നിമിഷം കഴിയും തോറും ഈ ശാപത്തിന് കട്ടികൂടുന്നു എന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇതിന് മാറ്റം വരുത്തുവാൻ കഴിയുന്നില്ല. ആത്മാർത്ഥമായി നാം മനസ്സിലാക്കുന്നു, അള്ളാഹുവിനുള്ള വിശ്വാസം, ഇസ്ലാമിനെ സംബന്ധിച്ച വ്യക്തമായ അവബോധം, പരലോകത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ സന്നിധിയിൽ ജനങ്ങൾ ഹാജരാക്കപ്പെടുമ്പോൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഹൃദയത്തിൽ കൈവച്ച് മറുപടി പറയാൻ സാധ്യമാകുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന അദമ്യമായ ആഗ്രഹം, ഇത് മാത്രമേ ഒരു സമൂഹത്തിൽ ധർമ്മത്തിന്റെ, സത്യത്തിന്റെ, ധാർമ്മിക ബോധത്തിന്റെ അടിസ്ഥാനങ്ങൾ പണിയാൻ സഹായകമാവുകയുള്ളൂ. ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരിൽ നാടെങ്ങും പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മതസാമൂഹിക സാംസ്കാരിക സംഘടനകൾ വളരെ ഗൌരവാവഹമായ രൂപത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സെമിനാറുകളും സിംപോസിയങ്ങളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും ലോകത്തിന്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയണം എന്താണ് വാസ്തവത്തിൽ പരാജയത്തിന് കാരണം.
സമാനമായ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇസ്ലാമിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന നാം അല്ലാഹുവിന്റെ ദീൻ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള വിപ്ലവകരമായ വിസ്മയകരമായ മാറ്റത്തെ സംബന്ധിച്ച് ജനങ്ങളോട് പറയാനും അറിയാനും ബാധ്യസ്ഥരാണ്. മദ്യത്തിന്റെ മധ്യത്തിൽ നാരികളെക്കൊണ്ട് നാഗലോകം സൃഷ്ടിച്ചിരുന്ന, മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും ലോകത്ത് വിരാജിച്ചിരുന്ന ഒരു സമൂഹത്തെ ശക്തരും ഭക്തരുമാക്കുവാൻ ഇസ്ലാമിന് സാധിച്ചു. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധത്തിന് മാത്രമേ ഈ കാലഘട്ടത്തിലും ഇതേപോലെയുള്ള പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രപഞ്ചത്തിന്റെ മൂർധാവിൽ കയറി അഭിമാനത്തോടുകൂടി പറയുവാൻ ചരിത്രത്തിന്റെ പിൻബലത്തോട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താണ് ഇസ്ലാം ആദ്യം ചെയ്തത്? മദ്യം നിരോധിക്കുന്നതിന് മുമ്പായി മദ്യത്തിനെതിരിൽ മാനസികമായ അന്തരീക്ഷം, ഒരു മാനസികമായ പരിസരം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എങ്ങനെയാണത് സാധിച്ചത്? ആദ്യത്തെ ഘട്ടത്തിൽ ഖുർആനിന്റെ മുഫസ്സിറുകൾ ഇസ്ലാമിന്റെ ഭാഷ്യം ചമിക്കുമ്പോൾ വളരെ വ്യക്തമായ രൂപത്തിൽ ആ ഘട്ടങ്ങളെ എണ്ണിപ്പറയുകയാണ്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബി തത്തഖിദൂന മിൻഹു സക്കറൻ വരിസ്ഖൻ ഹസന. സൂറത്തുൻ നഹ്ലിലെ ആയത്താണിത്. മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും കായ്ക്കനികൾ വിളഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു, ശുദ്ധമായ ഭോജ്യങ്ങളും ഉണ്ടാക്കുന്നു. മുന്തിരിയും ഈത്തപ്പനയും അതിന്റെ പഴങ്ങൾ നിങ്ങൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കാം. അതിനുശേഷം അല്ലാഹു പറയുന്നു ശുദ്ധമായ ഭോജ്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങൾ ശുദ്ധമായ ഭോജ്യത്തിന്റെ പട്ടികയിൽ പെടില്ല എന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുവാനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിൽ ആദ്യമായി ശ്രമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജനങ്ങളോട് ആ കാര്യം പറഞ്ഞു. സമൂഹം ആ സംഗതികൾ വ്യക്തമായ രൂപത്തിൽ മനസ്സിലാക്കി. തങ്ങൾ ആറാടിക്കൊണ്ടിരിക്കുന്ന, തങ്ങൾ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന, തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ഒരിക്കലും സംശുദ്ധമായ ഒരു പ്രകൃതിയുടെ തേട്ടമല്ല എന്ന് വ്യക്തമായ രൂപത്തിൽ മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആൻ അവരെ പ്രേരിപ്പിച്ചു. രണ്ടാമത്തെ ഘട്ടത്തിൽ മനസ്സ് പാകമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പഠിപ്പിക്കുന്നു യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി. മദ്യത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചും അവർ താങ്കളോട് ചോദിക്കും. ഖുൽ, നബിയെ പറയൂ, ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. അതിൽ ഗുരുതരമായ പാപങ്ങളുണ്ട്, ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട്. വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. അതിലെ പാപമാണ് വാസ്തവത്തിൽ അതിന്റെ പ്രയോജനത്തെക്കാൾ നിങ്ങൾ ഗുരുതരമായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഘട്ടമാണത്. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഖുർആനിന്റെ പൊരുൾ മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ പടയാളിയായ പരിഷ്കർത്താവായ ആ വ്യക്തി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ഷാഫിയ. അല്ലാഹുവേ, മദ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തൃപ്തികരമായ ഒരു തീരുമാനം നീ ഉണ്ടാക്കി തരണമേ. തൃപ്തികരമായ തീരുമാനം മൂന്നാമത്തെ ഘട്ടത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. ലാ തഖറബുസ് സലാത്ത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. മദോന്മത്തരും മദ്യപന്മാരുമായിരിക്കെ, ലഹരി ബാധിച്ചിരിക്കെ നിങ്ങൾ നമസ്കാരത്തോട് അടുക്കുവാൻ പാടില്ല. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് മുഫസ്സിറുകൾ പറയുന്നു, ബാങ്കിന് ശേഷം ഇഖാമത്തിന് മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു പോൽ ലാ യഖറബന്ന മുസല്ലാന അസ്സക്റാൻ. മദ്യപിച്ച് മദോന്മത്തരായവർ ഞങ്ങളുടെ നമസ്കാര സ്ഥലത്ത് വരരുതേ എന്ന്. ലാ തഖറബുസ് സലാത്ത വഅൻതും സുകാറ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയാത്ത രൂപത്തിൽ മദോന്മത്തരായി ലഹരിക്കടിപ്പെട്ട് നമസ്കാരത്തെ സമീപിക്കുവാൻ പാടില്ല. ഇത് മൂന്നാമത്തെ കൽപ്പനയാണ്. മനസ്സ് പാകമാക്കപ്പെടുകയാണ്. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും ഇസ്ലാമിക മൂല്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. മനസ്സ് പാകമാക്കപ്പെടുന്നു. നാലാമത്തെ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ,
ഇസ്ലാം മനുഷ്യ ഹൃദയത്തിൽ വരുത്തുന്ന പരിവർത്തനത്തിന്റെ ക്രമപ്രവൃദ്ധമായ സന്ദർഭങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ആലേഖനം ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യം, ചൂതാട്ടം, പ്രശ്നാസ്ത്രങ്ങൾ, പ്രതിഷ്ഠകൾ ഇവയെല്ലാം പൈശാചിക വൃത്തികളിൽപ്പെട്ട മാലിന്യങ്ങളാണ്. ഫജ്തനിബൂഹു, നിങ്ങൾ അവ വർജിക്കണം, നിങ്ങൾ അകന്നു നിൽക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അതാണ് വാസ്തവത്തിൽ വിജയത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. നാലാമത്തെ ഘട്ടത്തിൽ വളരെ വ്യക്തമായ രൂപത്തിൽ നിങ്ങൾ വർജിക്കണം എന്ന് പറയുന്ന ഈ വാക്ക് പലപ്പോഴും പലരും പറയാറുണ്ട്. കള്ള് കുടിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇജ്തനിബൂഹു, നിങ്ങൾ അകന്നു നിൽക്കണം എന്നല്ലേ പറഞ്ഞത്? വളരെ കുടിലമായ ഒരു സംശയം പലരും ഉന്നയിക്കാറുണ്ട്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്നല്ലേ പറഞ്ഞത്? ചിന്തിക്കണം. വാസ്തവത്തിൽ ഈ സംശയത്തിന് വ്യക്തമായ മറുപടിയുണ്ട്. ഇജ്തനിബൂഹു എന്ന് പറയുന്ന ഈ പരിശുദ്ധ ഖുർആനിലെ വാക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ശിർക്കിനോട് നിങ്ങൾ അടുക്കുവാൻ പാടില്ല എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ, കബായിറായ വൻ പാപങ്ങൾ നിങ്ങൾ വർജിക്കണം എന്ന് പറയുന്ന സന്ദർഭങ്ങളിലാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ശിർക്ക് പോലെ, താഗൂത്ത് പോലെ, അല്ലാഹുവിനോടുള്ള ധിക്കാരം പോലെ, അധർമ്മവൃത്തികൾ പോലെ, കബായിർ പോലെ ഗുരുതരമായി നിങ്ങൾ വർജിക്കേണ്ടതാകുന്നു മദ്യപാനം എന്നാകുന്നു അല്ലാഹു സൂചിപ്പിക്കുന്നത്. ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലസ്സൂർ. ഇജ്തനിബു എന്ന് പറയുന്ന പദം അല്ലാഹു ഉപയോഗിച്ചത് ശിർക്കിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗത്താണ്. പൊളിവചനങ്ങൾ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്താണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സന്ദർഭങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിച്ചത് നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, താഗൂത്തിനെ നിങ്ങൾ അകന്നു നിൽക്കണം, വർജിക്കണം. തൗഹീദിന്റെ വിഷയമാണ്. വല്ലദീന യജ്തനബുത് താഗൂത്ത അൻ യഅ്ബുദൂഹ, താഗൂത്തിനെ ഇബാദത്ത് ചെയ്യുക എന്ന പ്രക്രിയയിൽ നിന്നും അകന്നു നിൽക്കുന്നവർ ഇജ്തിനാബ്. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം, മ്ലേച്ഛവൃത്തികളും വൻ പാപങ്ങളും വർജിക്കുന്ന ആളുകൾ. ഈ ഇജ്തനിബു എന്ന് പറയുന്ന തൗഹീദിനെ സൂചിപ്പിക്കുന്ന, ശിർക്കൊരിക്കലും പാടില്ല എന്ന് പഠിപ്പിക്കുന്ന വളരെ വ്യക്തമായ ശാസനയാണ് മദ്യത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കാൻ പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ പറഞ്ഞത്. നിങ്ങൾ ഈ കായ ഭക്ഷിക്കരുത് എന്നല്ല പറഞ്ഞത്. വലാ തഖറബാ ഹാദിഹിസ് ശജറ, വലാ തഖറബാ ഹാദിഹിസ് ശജറ, ഈ മരത്തിന്റെ അടുത്ത് പോലും നിങ്ങൾ പോകുവാൻ പാടില്ല. മരത്തിന്റെ അടുത്ത് പോയാൽ മരത്തിന്റെ കായ്ക്കനികൾ തിന്നുവാൻ നിങ്ങൾ പ്രേരിതരാവാം, നിങ്ങൾ പ്രീണിക്കപ്പെടാം, നിങ്ങൾ പിശാചിന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാം. ആ പ്രലോഭനത്തിനോ പ്രേരണക്കോ പ്രീണനത്തിനോ ഒരിക്കലും വിധേയമാകാൻ പാടില്ലാത്ത വിധത്തിൽ വലാ തഖറബാ ഹാദിഹിസ് ശജറ, നിങ്ങൾ ഈ വൃക്ഷത്തോട് അടുക്കുവാൻ പോലും പാടില്ല എന്ന് പറയുന്ന പ്രയോഗമാണ് വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുവാൻ പോലും പാടില്ല എന്നുള്ള അള്ളാഹുവിന്റെ പരാമർശം എന്ന് വ്യക്തമായ രൂപത്തിൽ നാം മനസ്സിലാക്കുക. അഞ്ചാമത്തെ ഘട്ടത്തിൽ കള്ളിന്റെ വിഷയത്തിൽ, മദ്യത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്താന അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ബിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്തി വഹൽ അൻതും മുൻതഹൂൻ. വളരെ വ്യക്തമായ നിർദ്ദേശം, വളരെ വ്യക്തമായ നിയമനിർമ്മാണം. ഒരു സമൂഹത്തെ ഏത് രൂപത്തിൽ അല്ലാഹു വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന നാം എല്ലാവരെയും പഠിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഘട്ടം ഘട്ടമായ പരിവർത്തനത്തിലേക്ക് ചൂണ്ടുന്ന വളരെ വ്യക്തമായ അടയാള പലകകൾ പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തുകളിൽ കാണുവാൻ സാധിക്കും. പിശാച് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വൈരാഗ്യവും സൃഷ്ടിക്കുവാൻ വേണ്ടിയാകുന്നു പരിശ്രമിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ. ചോദ്യമാണ്, വിരമിക്കുമോ നിങ്ങൾ, അവസാനിപ്പിക്കുമോ നിങ്ങൾ, ഈ സ്വഭാവം നിങ്ങൾ വർജിക്കുവാൻ തയ്യാറുണ്ടോ? ഫഹൽ അൻതും മുൻതഹൂൻ.
ഈ ആയത്ത് കേൾക്കേണ്ട മാത്രയിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന സഹാബികൾ, ചഷകങ്ങൾ ചുണ്ടോടടുപ്പിച്ചുകൊണ്ടിരുന്ന സഹാബികൾ, നബി തിരുമേനിയുടെ അനുചരന്മാർ കുടി പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത ചഷകങ്ങളും കോപ്പകളും അകലേക്ക് വലിച്ചെറിയുന്നു എന്ന് മാത്രമല്ല, വീടുകളിൽ പോയി മദ്യത്തിന്റെ കുംഭങ്ങൾ എടുത്തുകൊണ്ടുവന്ന് മദീനയിലെ ഓവുചാലുകളിൽ ഒഴുക്കുകയാണ്. ചരിത്രം പറയുന്നു, വീട്ടിൽ നിന്നും തെരുവിലേക്ക് കൊണ്ടുവന്ന മദ്യത്തിന്റെ നദിയിൽ മദീനയിലെ തെരുവീതികൾ മുങ്ങിപ്പോയി എന്ന് പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. വഹൽ അൻതും മുന്തഹൂൻ, അവസാനിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വർജിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ കൽപ്പന കേൾക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് നഅം യാ റബ്ബ് ഇൻതഹൈനാ ഇൻതഹൈനാ ഇൻതഹൈനാ, അതേ അള്ളാഹുവേ, ഞങ്ങളിതാ അവസാനിപ്പിച്ചിരിക്കുന്നു, ഞങ്ങളിതാ വർജിച്ചിരിക്കുന്നു, ഞങ്ങളിതിലേക്ക് ഇനി തിരിച്ചു പോകില്ല എന്ന് ഉറക്കെ പറയുവാൻ ആ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അറിയണം, ആ പരിവർത്തനം മാത്രമേ നാമും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാർത്ഥകമാവുകയുള്ളൂ എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. മദ്യവും മയക്കുമരുന്നും സമൂഹത്തിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അറിയണം, ചൊട്ടുവിദ്യകൾ കൊണ്ട് ഈ ചികിത്സകൾ സാധ്യമാവുകയില്ല. അള്ളാഹുവിലേക്ക് മടങ്ങുക, ദീനിലേക്ക് മടങ്ങുക, ഇസ്ലാമിന്റെ മൂല്യങ്ങളിലേക്ക് മടങ്ങുക, ഖുർആനിലേക്ക് മടങ്ങുക, ഇസ്ലാമിന്റെ ശിക്ഷണങ്ങളിലേക്ക് മടങ്ങുക. ഇതല്ലാതെ സമൂഹത്തെ രക്ഷിക്കുവാൻ, വ്യക്തികളെ രക്ഷിക്കുവാൻ, കുടുംബങ്ങളെ രക്ഷിക്കുവാൻ, ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ പോംവഴികളില്ല എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കുക. മദ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മയക്കുമരുന്നിനെ സംബന്ധിച്ച് പറയണം. മയക്കുമരുന്ന് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായ രൂപത്തിൽ അറിയുക, ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനിൽ ചിത്തഭ്രമം സൃഷ്ടിക്കുന്ന, മനുഷ്യന്റെ വിവേകവും വിവേചനാധികാരവും നഷ്ടപ്പെടുത്തുന്ന, മനുഷ്യനെ ഏതോ ഒരു ഇല്യൂഷനിലും ഏതോ ഒരു തരം മായിക പ്രപഞ്ചത്തിലും വലിച്ചിട്ട് യാഥാർത്ഥ്യ ലോകത്തിൽ നിന്നും അവനെ അകറ്റിക്കൊണ്ടുപോകുന്ന ഏറ്റവും ക്ഷുദ്രമായ, ഏറ്റവും പൈശാചികമായ, ഏറ്റവും ക്രൂരമായ ഒരു ഉപാധിയാണ് വാസ്തവത്തിൽ മയക്കുമരുന്ന്. മദ്യം ദ്രാവക രൂപത്തിലാണെങ്കിൽ മയക്കുമരുന്ന് കരപദാർത്ഥമാണ് എന്ന വ്യത്യാസം മാത്രമേയുള്ളൂ. എന്ന് മാത്രമല്ല, ഇതാകുന്നു വാസ്തവത്തിൽ ഏറ്റവും അപകടകരം. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മിമ്പറിൽ മദീനയിലെ പള്ളിയിൽ ഈ അടിസ്ഥാനം വിവരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആധുനിക കാലഘട്ടത്തിൽ മയക്കുമരുന്ന് മദ്യത്തിന്റെ പരിധിയിൽ പെടുന്നു എന്ന് പണ്ഡിതന്മാർ ഇജ്മാ ആയ രൂപത്തിൽ, ഏകകണ്ഠമായ രൂപത്തിൽ വിധി പറയുവാൻ കാരണം. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മിമ്പറിൽ വെച്ച് പറയുന്നു, ഇന്നൽ ഖംറ ഖദ് ഹുർരിമത് വഹിയ മിൻ ഖംസതി അശിയാ, മദ്യം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. മദ്യം ഉണ്ടാക്കുന്നത് 5 വസ്തുക്കളിൽ നിന്നാണ്. ആ കാലഘട്ടത്തിൽ മിനൽ ഇനബി വത്തംരി വൽ അസലി വൽ ഹിൻദതി വസ്സഈർ, മുന്തിരി, ഈത്തപ്പഴം, തേൻ, ഗോതമ്പ്, യവം എന്നീ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളുമാകുന്നു ഇതിന് ഉപയോഗിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അൽ ഖംറു മാ ഖാമറൽ അഖൽ, മദ്യമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി ഭ്രമിപ്പിക്കുന്നതോ ബുദ്ധിക്ക് മറയിടുന്നതോ ആയ പദാർത്ഥമാകുന്നു. അലാ ഇന്നൽ ഖംറ മാ ഖാമറൽ അഖൽ, മനുഷ്യന്റെ ബുദ്ധിക്ക് മറയിടുന്ന ലഹരി പദാർത്ഥമാകുന്നു മദ്യം എന്ന് പറഞ്ഞത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ അടിസ്ഥാനത്തിൽ മനുഷ്യന് ചിത്തഭ്രമം സൃഷ്ടിക്കുന്ന, കുടുംബത്തോടും സ്വന്തത്തോടും മാതാപിതാക്കളോടും സമൂഹത്തോടും രാജ്യത്തോടും ദ്രോഹം മാത്രം പ്രവർത്തിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഏതെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടോ അവയെല്ലാം തന്നെ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ ഏകകണ്ഠമായ രൂപത്തിൽ പറയുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി വയുഹല്ലു ലഹും അത്ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, നന്മ കൽപ്പിക്കുന്ന, തിന്മ തടയുന്ന, നല്ല വസ്തുക്കൾ ഹലാലാക്കുന്ന, എല്ലാ ചീത്ത വസ്തുക്കളും ഹറാമാക്കുന്ന പ്രവാചകൻ
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ പ്രവാചകനാകുന്നു പഠിപ്പിക്കുന്നത് ലാ ലററ വലാ ളിറാർ, ലാ ലററ വലാ ളിറാർ. സ്വയം ഉപദ്രവിക്കുവാനും പാടില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും പാടില്ല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അതാണ് പുകവലി ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അത് നിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വന്തം ശരീരത്തെ ദ്രോഹിക്കുകയാണ്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈകളെ നാശത്തിലേക്ക് വലിച്ചടച്ച് ആത്മഹത്യാപരമായ നിലപാടുകൾ സ്വീകരിക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പുകവലി ഹറാമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. നിങ്ങൾ പുകവലിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല ആ ശാപത്തിനും ആ വിനക്കും വിപത്തിനും ഇരയാകുന്നത്. നിങ്ങൾ വീട്ടിൽ പുകവലിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, മാതാപിതാക്കന്മാർ, പരിസരം, ഇവയെല്ലാം വാസ്തവത്തിൽ ആ ശാപത്തിന് ഇരയാവുകയും മാരകമായ അർബുദ രോഗത്തിലേക്ക് വലിച്ചഴക്കപ്പെടുകയും ചെയ്യും. നബി തിരുമേനി പറഞ്ഞില്ലേ, ലാ ലറർ, സ്വന്തം ശരീരത്തോട് ദ്രോഹം ചെയ്യുവാൻ പാടില്ല. പാസീവ് സ്മോക്ക് എന്ന് പറയുന്ന നിങ്ങൾ പുറത്തുവിടുന്ന പുകയാണ് ഇതിനേക്കാൾ അപകടകരം. അതാണ് വലാ ളിറാർ, മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും പാടില്ല. നോക്കൂ നിങ്ങൾ, ഇതാണ് ഇസ്ലാമിന്റെ പരിസ്ഥിതി, ഇതാണ് ഇസ്ലാമിന്റെ പരിശുദ്ധമായ സിദ്ധാന്തം, ഇതാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ഒരു മാതൃക. നാം അത് മനസ്സിലാക്കണം. ഇത് ഇസ്ലാമിന്റെ സിദ്ധാന്തമാണ്. ലാ ലററ വലാ ളിറാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മറ്റൊരിക്കൽ പറഞ്ഞു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കുല്ലി മുസക്കിരിൻ വ മുഫത്തിരിൻ. എല്ലാ ലഹരിയുണ്ടാക്കുന്ന പദാർത്ഥങ്ങളും മനോവൈകല്യമുണ്ടാക്കുന്ന എല്ലാതരം വിഭവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. ചിത്തഭ്രമം ഉണ്ടാക്കുന്ന, മനസ്സിന്റെ സമനില സൃഷ്ടിക്കുന്ന, മനുഷ്യനെ ഒരുതരം മായിക പ്രപഞ്ചത്തിലേക്ക് തള്ളിയിടുന്ന, ഉത്തരവാദിത്ത ബോധം നശിപ്പിക്കുന്ന, സമൂഹത്തിന് ശാപമായി തീരുന്ന ഈ വ്യക്തി ഒടുങ്ങിയെങ്കിൽ എന്ന് സമൂഹം ഒന്നടങ്കം പ്രാർത്ഥനാപൂർവം പറഞ്ഞു പോകുന്ന അഭിശപ്തമായ ആസുരമായ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന ഈ മയക്കുമരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നഹാ റസൂലുള്ളാഹ് കുല്ല മുസക്കിരിൻ വ മുഫത്തിരിൻ, മനോവൈകല്യമുണ്ടാക്കുന്ന എല്ലാതരം പദാർത്ഥങ്ങളും ലഹരിയുണ്ടാക്കുന്ന എല്ലാതരം പദാർത്ഥങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. ഇത് മദ്യം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ എങ്കിൽ അറിയുക, ഈ മദ്യവും മയക്കുമരുന്നും കച്ചവടം ചെയ്യുന്ന ആളുകൾ കിലോ കണക്കിൽ, കോടിക്കണക്കിൽ സമ്പാദിക്കാൻ വേണ്ടി രഹസ്യമായും പരസ്യമായും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന, ജനങ്ങളെ വാസ്തവത്തിൽ കൊല്ലാക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് വ്യാപാരികൾ ദാക്ഷിണ്യത്തിന് അർഹരാണോ? ഭരണകൂടം ചിന്തിക്കണം, പോലീസ് ചിന്തിക്കണം, കോടതികൾ ചിന്തിക്കണം, നിയമനിർമ്മാതാക്കൾ ചിന്തിക്കണം. വാസ്തവത്തിൽ ഇസ്ലാം വ്യക്തമായ രൂപത്തിൽ പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തിയെ കൊന്നാൽ മനുഷ്യവർഗത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണ് എന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. അന്നഹു ഇന്നഹു മൻ ഖതല നഫ്സൻ, ഒരു വ്യക്തിയെ കൊന്നാൽ മനുഷ്യവർഗത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണ്. മയക്കുമരുന്ന് കച്ചവടക്കാരൻ ഒരു വ്യക്തിയെ മാത്രമാണോ കൊല്ലുന്നത്? ഒരു സമൂഹത്തെ മുഴുവൻ കൊല്ലുന്നില്ലേ? മാതാപിതാക്കളെ കൊല്ലുന്നില്ലേ? കുടുംബത്തെ തകർക്കുന്നില്ലേ? സമൂഹത്തിൽ ശാപമുണ്ടാക്കുന്നില്ലേ? കൂട്ട ആത്മഹത്യക്ക് സമൂഹത്തെ പ്രേരിപ്പിക്കുന്നില്ലേ? നിഷ്കളങ്കരായ കുട്ടികളെ അനാഥകരാക്കുന്നില്ലേ? പാവപ്പെട്ട പെൺകുട്ടികളെ വിധവകളാക്കുന്നില്ലേ? നോക്കൂ നിങ്ങൾ, സമൂഹത്തിന് ശാപമല്ലേ ഇത്? ഒരു വ്യക്തിയെ കൊന്നാൽ ഇസ്ലാമിൽ പ്രതിക്രിയാപരമായ നടപടിയുണ്ട്, ഖിസാസ്. അറിയണം, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഏകകണ്ഠമായ രൂപത്തിൽ പറയുന്നു, മദ്യത്തിനും മയക്കുമരുന്നിനും വധശിക്ഷ തന്നെ കൊടുത്ത് പ്രതിക്രിയാപരമായ നടപടികൾ പൂർത്തിയാക്കാൻ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ലോകവും ഭരണകൂടവും തയ്യാറാവണം എന്ന്. ഇത് വെറുതെ പറയുന്നതല്ല, പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരുടെ പറയൽ, ഇടപെടൽ. അറിയണം നിങ്ങൾ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരു വ്യക്തിയെ അവകാശരഹിതമായി കൊന്നാൽ മനുഷ്യവർഗത്തെ മുഴുവൻ കൊല്ലുന്നതിന് തുല്യമാണ്. ഒരിക്കലും മയക്കുമരുന്ന് കച്ചവടക്കാരൻ ഒരു വ്യക്തിയെയല്ല കൊല്ലുന്നത്, ഒരു സമൂഹത്തെ മുഴുവൻ കൊല്ലുകയാണ്, ഒരു തലമുറയെ കൊല്ലുകയാണ്, ജീവിക്കാനുള്ള തലമുറയെ കൊല്ലുന്നു. ഒരു തലമുറയുടെ സാംസ്കാരികമായ മുഴുവൻ പ്രത്യേകതകളെയും ഹനിച്ചുകൊണ്ട് ഒന്നുമല്ലാത്ത രൂപത്തിൽ ചണ്ടികളാക്കി അവരെ വാസ്തവത്തിൽ സമൂഹത്തിന് മുമ്പിൽ ശാപമാക്കി അവതരിപ്പിക്കുകയാണ് അവർ.
വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. വധശിക്ഷയ്ക്ക് ഖിസാസ് എടുക്കുന്ന കാര്യം പറയുമ്പോൾ ഖുർആൻ വ്യക്തമായ രൂപത്തിൽ പഠിപ്പിച്ചു, പ്രതിക്രിയാപരമായ നടപടികളിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്. മയക്കുമരുന്നുകാരനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി സമൂഹത്തെ രക്ഷിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ സമൂഹത്തിന് ജീവിതമുണ്ട്. അതുകൊണ്ടാണ് സഊദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്നവരിൽ ലഹരി പദാർത്ഥം കൈവശം വെക്കുന്നവരും ലഹരി പദാർത്ഥം കൈകാര്യം ചെയ്യുന്നവരും കച്ചവടം ചെയ്യുന്നവരും പിടുത്തപ്പെടുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ 1 കിലോവിൽ കുറവുള്ള കഞ്ചാവോ അതേപോലെയുള്ള മയക്ക് പദാർത്ഥങ്ങളോ കൈവശം വെച്ചാൽ അയാൾക്കാകെ കിട്ടുന്നത് 3 മാസം തടവ് മാത്രമാണ്, 30,000 രൂപ പിഴയും. വീണ്ടും കച്ചവടം നടത്തില്ലേ? 900 ഗ്രാം കൈവശം വെച്ചാൽ കുഴപ്പമില്ല. അതുപോലെയുള്ള ഒരുപാട് 900 ഗ്രാമുകൾ അയാൾ കൈവശം വെച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു, നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗപ്പെടുത്തുന്നു. പക്ഷേ വ്യക്തമായ രൂപത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം സിവിൽ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നുവെങ്കിൽ അറിയണം, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാവുകയില്ല. ലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഈ ഭൂമി ജീവിക്കുവാൻ പാകത്തിൽ അള്ളാഹു നന്നാക്കിയിരിക്കുന്നു. ഈ ഭൂമിയെ നിങ്ങൾ താറുമാറാക്കരുതേ. ഇതാകുന്നു അള്ളാഹുവിന്റെ കൽപ്പന. പരിശുദ്ധ ഖുർആനിൽ എന്താണ് പറഞ്ഞത്? സാമൂഹ്യദ്രോഹം ചെയ്യുന്ന ആളുകൾ, കുടുംബത്തോടും നാട്ടിനോടും ക്രൂരത കാട്ടുന്നവർ, സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കച്ചവടക്കാരായ ആളുകൾ, നിരപരാധികളായ ആളുകളുടെ തലയോട്ടിക്കൊണ്ട് കോട്ടകളും കൊത്തളങ്ങളും കൊട്ടാരങ്ങളും പണിയുന്ന ആളുകൾ, ആ പാവപ്പെട്ട ആളുകളുടെ ചെഞ്ചോര കൊണ്ട് തങ്ങളുടെ മണിമാളികൾക്ക് ചഞ്ചായം പൂശിക്കൊണ്ടിരിക്കുന്ന, അതിൽ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന വാസ്തവത്തിൽ ചൂഷകരായ ആളുകൾ അറിയണം നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയട്ടെ അവർക്കുള്ള ശിക്ഷ എന്താണ്? ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വ റസൂലഹു വയസ്ഔന ഫിൽ അർളി ഫസാദൻ. അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും യുദ്ധം പ്രഖ്യാപിക്കുന്നവർ, ഭൂമിയിൽ അധർമ്മം വളർത്തുന്നതിന് യത്നിക്കുകയും ചെയ്യുന്നവർക്ക് ഉള്ള പ്രതിഫലം. അധർമ്മം എന്ന് പറഞ്ഞാൽ മദ്യമാണ്, മയക്കുമരുന്നാണ്, ലൈംഗികമായ അരാജകത്വമാണ്, സ്വവർഗരതിയാണ്, വ്യഭിചാരമാണ്, വേശ്യാലയമാണ്, അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. അതിനേക്കാൾ കവിഞ്ഞ ഏതെല്ലാം അധർമ്മങ്ങളുണ്ടോ അവയെല്ലാം വാസ്തവത്തിൽ ഇതിന്റെ വിശാലമായ പരിധിയിൽപ്പെടുന്നു. എന്താണ് അവർക്കുള്ള ശിക്ഷ? അള്ളാഹു തന്നെ പഠിപ്പിക്കട്ടെ. അൻ യുഖത്തലൂ, അവർ കൊല്ലപ്പെടണം, അവർ വധിക്കപ്പെടണം. ഔ യുസല്ലബു, അല്ലെങ്കിൽ അവർ ക്രൂശിൽ കൊല്ലപ്പെടണം, കുരിശിൽ തറച്ച് കൊല്ലപ്പെടണം, മാതൃകാപരമായ രൂപത്തിൽ ശിക്ഷിക്കപ്പെടണം അത്തരം ജനങ്ങൾ. ഔ തുഖത്തഅ അയ്ദീഹിം വ അർജുലുഹും മിൻ ഖിലാഫിൻ, അല്ലെങ്കിൽ അവരുടെ കൈകളും കാലുകളും വിപരീതമായി ഛേദിക്കപ്പെടണം. വലതുകാൽ ഇടത് കൈ, ഇടതുകാൽ വലതു കൈ, ഈ രൂപത്തിൽ. ഇനി സമൂഹത്തിൽ ഇതുപോലെയുള്ള പ്രവണതകൾ ഉണ്ടാക്കുവാൻ സാധിക്കാത്ത രൂപത്തിൽ അവരെ അശക്തരും ദുർബലരുമാക്കുന്ന ശിക്ഷാ നടപടികൾ വേണം. അല്ലെങ്കിൽ ഔ യുൻഫൗ മിനൽ അർളി, അവരെ നാട്ടിൽ നിന്നും പുറത്താക്കണം. നിങ്ങൾ പറയൂ, ഇത്തരം സാമൂഹ്യമായ അധാർമികതകൾക്കെതിരെ പ്രതികരിക്കുവാൻ ഭരണകൂടത്തിന് വാസ്തവത്തിൽ ബാധ്യതയില്ലേ? മതസാമൂഹ്യ സാംസ്കാരിക സംഘടനകൾക്ക് ബാധ്യതയില്ലേ? മാതാപിതാക്കൾക്ക് ബാധ്യതയില്ലേ? രാവിലെ പള്ളിക്കൂടത്തിൽ പോകുന്ന, കോളേജ് ക്യാമ്പസിലേക്ക് അണിഞ്ഞൊരുക്കി പോകുന്ന സുന്ദരന്മാരും സുന്ദരികളുമായ തങ്ങളുടെ ആൺകുട്ടികളും പെൺകുട്ടികളും വാസ്തവത്തിൽ മയക്കുമരുന്നിന്റെ കെണിയിലേക്കാകുന്നു പോകുന്നത് എന്ന് അറിയാതെയെങ്കിലും മനസ്സിലാക്കുവാൻ അവർ ബാധ്യസ്ഥരാണ്. ആധുനികമായ സൗകര്യങ്ങൾ ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്തപ്പെടുന്നു. തീർച്ചയായും നമ്മുടെ കണ്ണും കാതും തുറന്നു വെക്കേണ്ട സന്ദർഭമാണിത്. നമ്മുടെ വീടുകളിൽ പോലും ഇതിന്റെ ഭീഷണികൾ വാസ്തവത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ സന്നിധിയിൽ സ്വന്തം സന്താനങ്ങളെ സംബന്ധിച്ച്, അധീനതയിലുള്ള ആശ്രിതരെ സംബന്ധിച്ച് വ്യക്തമായ രൂപത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ ഗൗരവം നാം അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആ രൂപത്തിലാണ് ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്, ആ രൂപത്തിലാണ് പഠിപ്പിച്ചത്. ഇത് ഇസ്ലാമിക ശരീഅത്തിന്റെ ചൈതന്യമാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ ചൈതന്യമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരിൽ എടുക്കുന്ന ശക്തമായ നിലപാട്
ഒരു ഇസ്ലാമിക മനസ്സിന്റെ ആത്മാർത്ഥമായ താൽപര്യമാണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഇസ്ലാമിക ശരീഅത്തിന്റെ താൽപര്യം? 5 അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും. ഇബാദാത്ത്, മുആമലാത്ത്, ഖളായ, അൻകിഹ, ഹുദൂദ്, ഖിസാസ് എന്നെല്ലാം പറയുന്ന കാര്യങ്ങൾ, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, ഇടപാടുകൾ, കോടതി വിധികൾ, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ, വിവാഹത്തിന്റെ നിയമങ്ങൾ, വിവാഹമോചനത്തിന്റെ നിയമങ്ങൾ, പ്രതിക്രിയാപരമായ നിയമങ്ങൾ, ഇവയെല്ലാം വാസ്തവത്തിൽ 5 കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. 1 അദ്ദീന്, 2 അന്നഫ്സ്, 3 അഖല്, പിന്നെ നസ്ല്, പിന്നെ മാൽ. എന്തെല്ലാമാണ്? 1 മതം, മതത്തെ സംരക്ഷിക്കാൻ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായി കഴിയുന്നവൻ മതവിരോധിയാണ്. വാസ്തവത്തിൽ അവൻ മതപരമായ അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. അത് ജീവന്റെ സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്ത്. ബുദ്ധിയുടെയും വിവേകത്തിന്റെയും സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്ത്. വംശത്തിന്റെ സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്ത്. സർവോപരി മനുഷ്യന്റെ സമ്പത്തും സംരക്ഷിക്കുവാൻ ഇസ്ലാമിക ശരീഅത്ത് ബാധ്യസ്ഥമാണ്. ഇബാദത്തും അതുപോലെയുള്ള മുആമലാത്തും ഹുദൂദും ഖിസാസും എല്ലാം ഈ 5 അടിസ്ഥാനങ്ങൾ പരിരക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് ഇസ്ലാമിന്റെ പരികൽപ്പന. നാം അറിയണം, ഇത്തരം വിഷയങ്ങൾക്കെതിരിൽ വ്യക്തവും കൃത്യവുമായ നിലപാട് സ്വീകരിക്കുവാൻ മുസ്ലിങ്ങളായ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ ഗൃഹങ്ങളിൽ നമുക്ക് ആരംഭിക്കാം, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ആരംഭിക്കാം, നമ്മുടെ സ്വന്തം ഗ്രാമങ്ങളിലും സ്വന്തം സമൂഹത്തിലും സ്വന്തം രാജ്യത്തും അധാർമികതയ്ക്കെതിരെ, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ, ഇവ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിധ്വംസകമായ പ്രവണതകൾക്കെതിരെ ഇസ്ലാമിന്റെ ശക്തികൾക്ക്, ഇസ്ലാമിന്റെ മക്കൾക്ക് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹുവിന്റെ ദീൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.